അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ആമേൻ. ഇന്നലെ നമ്മൾ റിവിഷൻ ഓഫ് ഫെയ്ത്താണ് കണ്ടത്.
ബ്ലാക്ക് ഔട്ട് കാലങ്ങളിൽ, വിശ്വാസത്തിന് ഇരുണ്ട രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. എന്താണ്? റിക്കോൾ ദ പാസ്റ്റ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോണത്, അതിനെ നമ്മൾ വിളിച്ചത് റിവിഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുക, അതാണ് റിവിഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. റീവാലുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണയം. അപ്പോൾ ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ വാലുവേഷൻ എന്താ നമുക്കറിയാമല്ലോ. നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രിമ്മ് ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് 60 വിചാരിച്ചോ, അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ, അല്ലെങ്കിൽ കട്ട് ഓഫ് 50, ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 49, 48 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആൾക്കാരെ വന്നിട്ട് ചോദിക്കും, അച്ഛാ റീവാലുവേഷനെ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. കാര്യം ബ്രിമ്മിലാണ് നിൽക്കണത്. ചിലപ്പോൾ കൊടുത്താൽ 2 മാർക്ക് 5 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ പുനർമൂല്യനിർണയം. അതായത് റീവാലുവേഷൻ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയാണല്ല റീവാലുവേഷൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയണത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ, ഇപ്പം നമുക്ക് ദൈവമായിട്ടുള്ള ഇടപെടലേ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്നറിയാമോ? ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. മനസ്സിലായില്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ദൈവത്തിന് അത് ആപ്ലിക്കബിൾ അല്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു മെച്ചം. വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മണിക്കൂറിന് ചിലപ്പോൾ $10 വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡോളർ ഇവിടെ വരുമ്പോൾ 10,000 രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന്. അത് മനസ്സിലായത്? അപ്പോൾ അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണയത്തിൽ വരണത്. പാസ്റ്റ് എന്ന സംഭവം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല. എവർ പ്രസൻറ്റാണ് ഉള്ളത്. എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാകാഞ്ഞത് കൊണ്ടോ, വിശ്വാസത്തിൽ അകഴപ്പെടാഞ്ഞ കൊണ്ടോ, സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും. പരിക്കുകളല്ല, വീക്ക് ടൈം ഉണ്ടാകും. നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മാർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദൈവദൃശ്യത്തിന് കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേഗുല കാലങ്ങളില്ലേ, നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും വരുമ്പോൾ ഈ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ അടുത്ത് ഉള്ളത്. കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല. നമുക്ക് തരുന്നത് കുരിശാണ്. കുരിശിൽ നമ്മൾ തരുന്ന കുരിശിൽ അത് ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, നാട്ടുകാരിൽ നിന്നാകാം, എവിടെ നിന്നാകാം. നമുക്ക് തരുന്ന ഒരു കുരിശ് അസംസ്കൃത പദാർത്ഥം അതാണ്. അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ, വെള്ളം വേറെ, ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ കൃപ ഉൽപ്പാദിപ്പിച്ചെടുക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി ആൻഡ് സബ്മിഷൻ, ഡെഡിക്കേഷൻ. തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ 3 വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് ഇപ്പം ക്യൂൻ ഓഫ് പ്രൂഡൻസ്, ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയണത് അതിൻ്റെ കിങ്ങാണ്. ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ഇപ്പം അത് തിരുത്താൻ പോകണ്ടേ, കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആണത്. പക്ഷെ അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ ഈ എംപറർ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ?
സമർപ്പണമാണ്. സമർപ്പണം. അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് തരുമ്പോൾ, കുരിശ് ഒരു ദിവസം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി, ഭർത്താവ് നിൻ്റെ കഴുത്തേക്ക് കയറും. നീയാണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്ത ദിവസമായിരിക്കും അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്ത്. നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും. കാര്യം അവർക്ക് വേറെ പല ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ. അപ്പം അത് നമ്മൾക്ക് ആൾക്കാർ ഔട്ട്ലെറ്റ് ചെയ്യണം എവിടെ ഇരിക്കും? എളിതരം ഉള്ളിടത്ത് വാദം കൊച്ചെന്ന് പഴമക്കാർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ ഔട്ട് ബസ് ചെയ്യും. ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുവന്ന് അവരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം ഡംപ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അതുപോലെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റിവാലുവേഷൻ ഓഫ് ഫെയ്ത്താണ്. എന്ന് വെച്ചാൽ പീഡിതകാലത്തെ മേഖലകാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട്, സ്മാർട്ട്നെസ്സിനേക്കാൾ പവർഫുള്ളായിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ്. ഈ മൂല്യം ഇപ്പം നീ മേഖലകാലത്ത് കൈവരിച്ച സുവിശേഷ മൂല്യമില്ലേ, ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ്. ഈ സർപ്ലസ് മൂല്യം സഹായിക്കണം എവിടെയാണെന്ന് അറിയാവുക? കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ഭൂതകാലത്ത് എവിടെയെങ്കിലും കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? താങ്ക് യു. എൻ്റെ പേര് റോഫിൻ ഡിക്സൺ. ഞാൻ വരുന്നത് മാഹി സെൻറ്റ് തെരേസ ബസിലിക്കയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 30/10/2021 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 3-4 ലോണ് എൻ്റെ പേരിലുണ്ടായിരുന്നു. ബിസിനസ് ലോണാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് കർണാടക ബാർകോഡ് ടെക്നോളജീസ്. ബാർകോഡ് പരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു 8 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയുണ്ടായി. അപ്പം ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ബിസിനസ്സിൻ്റെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലോൺ എടുത്തത്. അതിനുശേഷം 2022 മറ്റൊരു ലോണ്, ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ മറ്റൊരു ലോണും, അതുപോലെ തന്നെ വീണ്ടും ഒരു 4 ലക്ഷം രൂപയുടെ വേറൊരു ലോണും കൂടെയായിട്ട് അങ്ങനെ ആകെ ഒരു 16 ലക്ഷത്തോളം ലോണ് എടുക്കുകയുണ്ടായി. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ കൂടെ 2 പേര് ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ഒരാൾ ആദ്യം 2022 ജൂൺ മാസത്തോട് കൂടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു. അതേ തുടർന്ന് രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന ആൾ, ഈ ആദ്യത്തെ ആൾ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ആളുടെ അപ്പൻ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആളിവിടെ ആലപ്പുഴക്കാരനാണ്, ചേർത്തലയാണ്. അപ്പം വയ്യാത്തൊരു പെങ്ങളും ഉള്ളത് കാരണം അവന് ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം വന്നപ്പം ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടുത്തെ സെയിൽസും ഡെലിവറിയും ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒറ്റയ്ക്ക് പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ലൈഫ് എന്താ പറയുക, ഒരു ഇരുട്ട് പിടിച്ച പോലെ മാറാൻ തുടങ്ങി. അങ്ങനെ കടബാധ്യതകൾ വന്ന് തിരിച്ച് ഈ ലോൺ അടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും കിട്ടുന്ന പേയ്മെൻറ്റുകൾ റൊട്ടേഷനായി തുടങ്ങി. ഈ ചെറിയ പൈസകളിൽ ലോൺ അടക്കും, സപ്ലയർമാരുടെ പേയ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഞാൻ ടൈറ്റായി. അങ്ങനെ ഇനി എന്താവും എൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്നറിയാതെ ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടു. ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി. ലോണുകാരുടെ വിളി വരും, സപ്ലയർമാരുടെ വിളി വരും, കസ്റ്റമർ വിളിക്കുമ്പോൾ സാധനം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ 2022 തൊട്ട് 2023 ആയപ്പോഴേക്കും എൻ്റെ ബിസിനസ് അവിടെ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു.
അപ്പം ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാൻ തുടങ്ങിയതായിരുന്നു. കാരണം എനിക്ക് നാട്ടിലും ഇതേപോലെ തന്നെ ഒരു ബിസിനസ് ഞാൻ പാർട്ട്ണറുമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം തിരിച്ചെൻ്റെ പാർട്ട്ണറുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു, വീട്ടിലും സംഭവം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ, എൻ്റെ കാലിന് വയ്യാത്തൊരാളാണ് ഞാൻ, എൻ്റെ വലത്തെ കാൽ ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പം എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ വീട്ടുകാർക്കും അവിടെ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ജോസഫ് അച്ഛനെ 1-2 പ്രാവശ്യം ഇതേ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാണാനുള്ള അവസരം എനിക്ക് കിട്ടി. ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് കാശ് രൂപം തന്നു. പക്ഷേ എൻ്റെ ഉടമ്പടി അന്നൊന്നും അത്ര കൃത്യമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അങ്ങനെ 2023 നവംബർ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് ബാംഗ്ലൂർ നിൽക്കാനുള്ള സാഹചര്യം ഇല്ല, കാരണം അത്രയും ഞാൻ ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലുള്ള പാർട്ട്ണറുടെ അടുത്തോ ഓഫീസിലോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്, അതായത് സ്വയം ഞാൻ ഉൾവലിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആരുമായിട്ടൊരു കണക്ഷനില്ല, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അങ്ങനെ സാഹചര്യത്തിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോയി. അങ്ങനെ 2024 ആയപ്പോഴേക്കും ഈ ലോണുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിലെ പാർട്ട്ണറായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ വീണ്ടും നാട്ടിൽ പാർട്ട്ണർഷിപ്പിലായിട്ട് ഞാൻ ഇത് തുടരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലെ ക്ലയൻസ് മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു ആൾക്കും ഓർഡർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി, കാരണം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി. അങ്ങനെ 2024 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ആദ്യത്തെ എടുത്ത 8 ലക്ഷം ലോണിൽ ഏകദേശം 6 ലക്ഷത്തോളം അടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവർ വിളിച്ച് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് വക്കീൽ നോട്ടീസ് അയച്ചു. ഞാനത് ലീഗൽ നോട്ടീസ് റിപ്ലൈ കൊടുക്കാമെന്ന് ഞാൻ നിന്നില്ല. അങ്ങനെ അത് കേസായിട്ട് മാറി. അവസാനം ഒരു ലെറ്റർ വീട്ടിൽ വന്നു. മെയ് മാസം 1-ാം തീയതി, മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുന്ന ആ ദിവസം, ഒരു വീട്ടിലൊരു നോട്ടീസ് വന്നു. സെപ്റ്റംബർ 4-ാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ കൽക്കട്ട കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കണം, അത് വാറണ്ടായിട്ട് മാറും എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ചെറിയ ചെറിയ തുകകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് കേസായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ വല്ലാത്ത വിഷമമുണ്ടായി. മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് പിണക്കമൊക്കെ ഞാൻ ഉണ്ടായി, മാതാവുമായിട്ടും ഈശോയായിട്ടൊക്കെ ഞാൻ അകലാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. എൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് മുഴുകി. അങ്ങനെ സെപ്റ്റംബർ 4-നാണെങ്കിൽ സെപ്റ്റംബർ 2-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ പാർട്ട്ണർ പറഞ്ഞു, ശരി നമുക്കെന്തായാലും ഇത് ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആ ഒരു നോട്ടീസ് വന്ന കേസ് ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങി. മീൻസ് ഈ ഒരു ലോണ് അടക്കാനുള്ള തുക സഹായിച്ചു തന്നിട്ട്, അങ്ങനെ അമ്മ മാതാവ് വഴി എനിക്ക് ആ ഒരു ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇന്ന് ജയിലിലോ മറ്റോ ആയിട്ടുണ്ടാവുന്നു. കാരണം വേറെ ഒരു വഴിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരവസ്ഥയിൽ 2-ാമത്തെ ലോണ് ഒരു ഡിസംബർ മാസമായപ്പോഴേക്കും 2-ാമത്തെ ഒരു ലോൺ അടക്കാനുള്ള പണവും എനിക്ക് കാരണം അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2024 ഏകദേശം ഏപ്രിൽ മെയ്യോടെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ബിസിനസ് പാർട്ണർക്ക്, നാട്ടിലുള്ള ബിസിനസ് പാർട്ണർക്ക് ഞാനൊരു വാക്ക് കൊടുത്തു. ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കസ്റ്റമറെയും ഞാൻ തിരിച്ച് പിടിച്ച് കൊണ്ടുവരാം, ബാംഗ്ലൂരിൽ പോയിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം. പക്ഷേ എനിക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാര്യം എനിക്ക് സഹായിച്ച് കിട്ടണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബാംഗ്ലൂരിലെ ഓരോ കസ്റ്റമറായിട്ട് ഞാൻ പിടിച്ച് കൊണ്ടുവന്നു. ഇന്ന് ആ നഷ്ടപ്പെട്ടു പോയ കസ്റ്റമറിൽ 75%-80%ഓളം കസ്റ്റമർ ഇന്ന് നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഓർഡർ എടുത്ത് ഇപ്പോൾ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 1000 നന്ദി അമ്മ മാതാവിന് ഈശോനും കരയറ്റുകയാണ്. അതുപോലെ തന്നെ 3-ാമത്തെ ഒരു ലോണ്, 2-ാമത്തെ ലോണ് കഴിഞ്ഞ 2024 ഡിസംബറോട് കൂടി ക്ലോസ് ചെയ്തു. 3-ാമത്തെ ലോൺ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ ഒരു പൈസ അടച്ച് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോണും ഇതേപോലെ തന്നെ ബിസിനസ് വഴി തന്നെ വീണ്ടും ഒരു മാർച്ച് മാസം, ഈ കഴിഞ്ഞ ഈ 2025 ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി ആ ഒരു ലോണും അടച്ചു തീർത്തു. അങ്ങനെ എൻ്റെ 3 ലോണുകളും അമ്മ മാതാവിൻ്റെ ഈശോയുടെയും ഈ കൃപാസന സന്നിധിയുടെയും വലിയ സഹായത്താൽ എനിക്കത് പൂർത്തിയാക്കി അടച്ചു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു കോൾസും ഈ പറഞ്ഞ ലോണുകാരുടെ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് എനിക്കെൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലും ഇതിൻ്റെ പേരിൽ ഒരുപാട് അസ്വസ്ഥതകൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിൽ മുഴുവൻ എൻ്റെ ഈ ഒരു അവസ്ഥ പെട്ടെന്ന് ആർക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊക്കെ അവരെ വേദനിപ്പിച്ച് പോയതിനും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നു പോയതിനും എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. അത് ഇന്ന് സമാധാനത്തോടു കൂടെ കുടുംബം മുന്നോട്ട് പോകുന്നു.
അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു പഴയൊരു കാറായിരുന്നു, എൻ്റെ പപ്പ വാങ്ങിച്ചൊരു കാറായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനുള്ള ഒരു ഇരിക്കാനുള്ള സൗകര്യം അതിലില്ലായിരുന്നു. അതും ഞാൻ പ്രതീക്ഷിക്കാതെ നമ്മുടെ തന്നെ പാർട്ട്ണർ ഉപയോഗിച്ചിരുന്ന വലിയ കാറുണ്ടായിരുന്നു. ആ കാറ് ഒരു പെട്ടെന്ന് കാണാൻ അവൻ പറയുന്നത് ഞാൻ വേറെ കാർ എടുക്കാൻ പോകുന്ന, അപ്പം നിനക്ക് ഈ കാറ് വേണമെങ്കിൽ നീ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 7 പേർക്കോളം അതിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു വലിയ കാറ്. ആ കാറ് വിചാരിക്കാത്ത നിമിഷത്തിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കത് കിട്ടിയത്. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഇതൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ നന്ദിയും ഞാൻ മാതാവിനും ഈശോയ്ക്ക് കരകയറ്റുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഓടിയിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ വൈകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും മടുപ്പ് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ മാതാവിനോട് ഈശോടൊക്കെ അടികൂടിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നാൾ ദൈവം അതിൻ്റെ വില കണ്ടെത്തി ഞങ്ങളറിയാതെ, കാരണം അത് ദൈവം തന്നതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ദൈവം സഹായിക്കും. പക്ഷെ നമ്മളെ തിരിച്ചറിയില്ല അത് ദൈവം തന്ന അനുഗ്രഹമാണെന്ന്. അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദൈവം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ, നീ ഇതിന്ന് മാറിപ്പോവോ, ഇതിന്ന് തെന്നിപ്പോവോ. പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം വഴി എല്ലാവർക്കും ഈ പത്രം, അത് ഏത് മതമായിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, ഓട്ടോക്കാർ ബാംഗ്ലൂരിലായിക്കോട്ടെ, കന്നഡ പത്രം, ഇംഗ്ലീഷ് പത്രം ഒക്കെ വാങ്ങിച്ച് പള്ളി വിട്ട് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ പിന്നെ ഞാൻ കുറച്ച് നാൾ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു. അപ്പം എല്ലായിടത്തും പോയിട്ട് ഞാൻ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നേരെ പോകും ഈ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് ആളുകൾ കൊടുക്കും. ചില ആൾക്കാർ ചോദിക്കുന്നവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഈ പത്രം വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, കൃപാസനത്തിനോട് ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും ഞാൻ ഈ കൃപാസനത്തിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അവിടെയുള്ള, ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള സമയത്ത്, കാരണം അപ്പോഴും കടമുണ്ട്, പക്ഷെ എന്നാലും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൈസ, ഏതെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത പൈസയൊക്കെ ചിലപ്പം 1000-2000 കിട്ടുമ്പോൾ ഞാൻ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറേ ബിസ്ക്കറ്റുകളും കുറേ അവിടെ ഒരു ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികളെ നടത്തുന്ന സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഇതുണ്ട്. അവിടെ പോയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ വാങ്ങിക്കും, പലഹാരങ്ങളായിട്ടും അവർക്ക് വേണ്ടുന്ന, അതായത് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ബാത്റൂം ക്ലീനിങ്, അത് കുട്ടികൾക്ക് വേണ്ട സോപ്പ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10 എത്രയാണെന്ന് നോക്കുന്നില്ല, ആ ഒരു തുക കൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട്, ചിലപ്പോൾ ഇല്ലാത്ത പൈസ ഞാൻ ചിലപ്പോൾ ആരുടെ വാങ്ങിച്ചിട്ടൊക്കെ, കാരണം സങ്കടം അത് പോയി കാണുമ്പോൾ, അങ്ങനത്തെ മക്കളൊക്കെ പോയി കൊണ്ടേ കാണുമ്പോൾ അവരിങ്ങനെ കൈ നീട്ടുമ്പോൾ, നമ്മുടെ മുന്നിലേക്ക് വന്ന് കൈ നീട്ടുമ്പോഴൊക്കെ വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ ആ മക്കൾക്ക് എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ അവിടെ ഉള്ള സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ വൃദ്ധസദനമുണ്ട് വീടിൻ്റെ അടുത്ത്. അപ്പോൾ ആ വൃദ്ധസദനത്തിൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, മീൻസ് എന്നാൽ കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം ഒരു ചായക്കുള്ളതായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിട്ട് മേടിച്ച് കൊടുത്ത് കുറച്ച് സമയം അവരെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇതെൻ്റെ വീട്ടുകാർക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഈ കാര്യങ്ങൾ ഇന്ന് വരെ അവർക്ക് അറിയത്തില്ല. അപ്പം ഇത് ആരോട് പറയേണ്ട കാര്യമല്ല, എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ പ്രവൃത്തിയാണ് ഇതൊക്കെ. അത് ഈ ഉടമ്പടി വഴി ഈ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഈ പറയുന്നത്. ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, ഇതിന് മുമ്പിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. നമ്മൾ കാണും ചില ആൾക്കാർ പൈസ ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിക്കും. പക്ഷേ ഇന്ന് ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പൈസയ്ക്ക് ചോദിക്കണം, പൈസ ആയിട്ട് ഞാൻ കൊടുക്കില്ല, പകരം ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഉടമ്പടി വഴിയാണ് എൻ്റെ ജീവിതം ഒരുപാട് വിശദീകരിക്കപ്പെട്ടത്. ഒത്തിരി സമയം ഈശോയുടെ സന്നിധിയിൽ, അതായത് നമ്മുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ്. ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സമയം, ഒരു 10, 20, 25 മിനിറ്റോളം നമ്മൾ ആ പള്ളിയിൽ തന്നെ ഇരുന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറയുക, നമ്മുടെ ഭാരങ്ങൾ ഏറ്റു പറയുക, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് നന്ദി പറയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജി ഉണ്ട്. കാരണം അത് പോരാതെ നമ്മൾ ഈ നിത്യാരാധന ചാപ്പലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക, കൊന്ത ചൊല്ലുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധ്യമായത് ഈ ഉടമ്പടി വഴിയാണ്. അതുപോലെ എന്നും കുർബാനയ്ക്ക് പോകാനുള്ളൊരു പ്രചോദനം എനിക്ക് ലഭിച്ചത് ഈ ഉടമ്പടി എടുത്തത് വഴിയാണ്. എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കും. എവിടെ യാത്ര ചെയ്ത് വന്നാലും രാവിലത്തെ സമയമാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്കെങ്കിലും പോകാൻ ശ്രമിക്കും. അഥവാ ഏതെങ്കിലും യാത്രയാണെങ്കിൽ മാത്രം അത് മുടങ്ങാറുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി കരയറ്റുന്നു.
147 സങ്കീർത്തനം 13, 14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പരിപാലനയെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലെ വലിയ വലിയ സംഘടന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് റോഫിൻ ഡിക്സിൻ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. റോഫിൻ്റെ ബിസിനസ് നന്നാകാൻ വേണ്ടി, നന്നായി ചെയ്യാൻ വേണ്ടി ഒരുപാട് ലോണെടുത്ത് കടം മൂലം ബിസിനസ്സെല്ലാം തകർന്നു, കോടതി കേസുകളായി. പക്ഷേ ഇവിടെ വന്ന് വലിയൊരു കടക്കണിയിലായപ്പോൾ, വലിയ ജീവിതഭാരത്തിൽ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മെല്ലെ മെല്ലെ പരിശുദ്ധ അമ്മ കരം പിടിച്ച് നടത്തിയ, ജീവിതഭാരം ഇല്ലാതാക്കിയ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും റോഫിന് നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. അതിലൂടെ കടങ്ങൾ വീടുക അല്ലെങ്കിൽ ഒരു വലിയ കാറ് ലഭിക്കുക എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എത്തിപ്പിടിക്കാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈശോയുടെ തിരുസന്നിധിയിലിരുന്ന് 1/4 മണിക്കൂർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൻ്റെ ആ സാമീപ്യത്തിലിരുന്നു കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാനും സങ്കടങ്ങൾ ഏറ്റുപറയാനും ഈശോയുടെ കൂടിയായിരിക്കാനുള്ളൊരു വലിയ സൗഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നിത്യാരാധന ചാപ്പലിലായാലും താൻ ചെയ്യുന്ന മറ്റുള്ളവരിലെല്ലാം ഈശോയെ കാണാനുള്ളൊരു വലിയ കൃപ ഇന്ന് റോഫിന് ലഭിച്ചിരിക്കുകയാണ്. അത് ഈ തകർച്ചയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ റോഫിൻ ആ വഴിയിലൂടെ ചിന്തിക്കുകയില്ലായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് വേദനിക്കുന്ന മക്കൾ ഈ ലോകത്തിലുണ്ടെന്ന് കാണുവാനുള്ള ഒരു വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്ന ഒരു ചെറിയ അനുഭവമാണ് ഈ മകനെ ദൈവം നൽകിയിരിക്കുന്നത്. അതിലൂടെ കരുപിടിച്ചതും അതിലൂടെ എത്തിച്ചു പിടിച്ചതും ഈശോയുടെ വലിയ സ്നേഹമാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ഇനി ഈ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ തടയാനാവില്ല, ആർക്കും എന്നെ വേർപ്പെടുത്താനാവില്ല. ഉയരത്തിനോ ആഴത്തിനോ രോഗത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ഒന്നിനും തന്നെ എന്നെ വേർപ്പെടുത്താനാവില്ല. അങ്ങനെ ഒരു വലിയ ബോധ്യമാണ് റോഫിൻ എന്ന സഹോദരനെ ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഈശോ പറയുന്നു, ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ഐശ്വര്യവും സമ്പത്തുമെല്ലാം പിന്നാലെ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. കാരണം നാം ഈശോയുടെ കാര്യത്തിൽ വ്യാപൃതനാകുന്നു. ഈശോ ചെയ്തതും 12-ാം വയസ്സിൽ ചെയ്തത് തന്നെയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തിനന്വേഷിക്കും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് പരിശുദ്ധ അമ്മയോട് ഔസേപ്പിതാവിനോട് ഈശോ ചോദിച്ചത്. നമുക്കും ഈശോയുടെ കാര്യത്തിൽ എപ്പോഴും വ്യാപൃതരായിരിക്കാം. നാം എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈശോ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്താൽ റോഫിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നല്ലൊരു കൈയടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് മേരി ഗ്രേസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ആദ്യമായി കർത്താവായ യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഈ അൽത്താരയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ 2018 ഉടമ്പടി എടുത്ത് 6 ആവശ്യങ്ങൾ എഴുതിയിരുന്നു. അതിൽ 12ഓളം കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്ക് പോകുന്നത്. ഞാനൊരു നേഴ്സാണ്. അന്ന് ഞാൻ ജോലിക്ക് കയറി ഒരു 8 മാസം കഴിഞ്ഞ് കാണും. ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം, പത്രം ഉൾപ്പെടെ ബാക്കിയുള്ള പത്രങ്ങൾ ഇവിടെ കുറേ കൊടുത്തു. ബാക്കിയുള്ള പത്രങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ സൗദിക്ക് പോകുന്നത്. അവിടെ ചെന്ന് 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ കേസ് എന്ന് പറയാം, അതായത് കാഷ്വാലിറ്റിയിൽ നേഴ്സ് വെയിറ്റ് ഒരു കുഞ്ഞിൻ്റെ ഡബിളായിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ വാർഡിൽ വന്നപ്പോൾ കറക്റ്റ് വെയിറ്റ് ആയിരുന്നു. ഡോക്ടറും ആ നേഴ്സും മരുന്ന് ഡോസ് നോക്കാതെ എഴുതിയതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിന് കിഡ്നി ഇഞ്ചറി ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ ആ കുഞ്ഞിനെ ഒരു ദിവസം നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ നഴ്സ് മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, നീ ഇനി ജോലിക്ക് വരണ്ട, 5 ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ്, ഈ ഒരു പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ ഒരു ദിവസം നോക്കിയിട്ടുള്ളൂ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ വെയിറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുള്ളൂ, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഓർമ്മ തരണം എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഓർമ്മ വന്നു. 5 ദിവസം ഞാൻ എൻ്റെ മുറിയിലിരുന്നു. കാരണം ഞങ്ങൾ പുതിയ ബാച്ചിലെ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ മുറിയിൽ വേറെ ആരുമില്ല. ഞാൻ മുറി അടച്ചിരുന്ന് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും ആരും എന്നോട് ചോദിക്കണില്ല എന്താ പ്രശ്നമെന്ന്. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. തിരുവചനം എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി. ഇവിടുന്ന് അച്ഛൻ പറഞ്ഞ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തിരുവചനം എടുത്ത് വായിക്കാൻ തുടങ്ങി.
എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടിയ വചനം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നു നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു അച്ഛൻ വൈദികനായി, അപ്പോൾ ഓമനപ്പുഴ ഇടവക അംഗമാണ്. അപ്പോൾ എമ്മാച്ചനോട് ഞാൻ കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ എനിക്ക് അയച്ചു തന്ന വചനം ഇത് തന്നെയാണ്. അച്ഛൻ എനിക്ക് മൊബൈൽ അയച്ചു തന്നപ്പോൾ ഈ വചനം തന്നെയാണ്. ഞാനങ്ങനെ ഈ വചനം ഉരുവിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു, ആരോടും പറഞ്ഞില്ല. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ മാതാവും ഈശോയും എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ധൈര്യം തരണം. എനിക്ക് എന്താ ഉണ്ടായത് പറയാനൊരു കഥ പോലെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ടേബിളിൻ്റെ ചുറ്റും കുറേ ഡോക്ടർമാർ, നേഴ്സിങ്ങിൻ്റെ ഹെഡിൽ ആൾക്കാരും ഒരുപാട് പേര് നിരന്നിരിക്കുകയാണ്. അവരുടെ മധ്യ ഒരു കുറ്റവാളിയെപ്പോലും ഞാൻ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ആ കാശുരം പിടിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ധൈര്യം തരണം. അവരെന്നോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ആ പേഷ്യൻ്റ് വാർഡിൽ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നും എനിക്ക് ഓർത്ത് പറയാൻ സാധിച്ചു. അവരതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലാത്തത് കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് എല്ലാം ഓർമ്മിപ്പിച്ച് തന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, നിന്നെ പറഞ്ഞു വിടും, താമസിയാതെ പോകേണ്ടി വരും, നീ ലോൺ എടുത്തിട്ടുണ്ടോ, പെട്ടെന്ന് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പതറിയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇന്ന് 7 വർഷം ആ സൗദിയിൽ, ഇപ്പോൾ 7ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമതായിട്ട് ഞാൻ കഴിഞ്ഞ OET വേണ്ടി ഞാൻ 5 തവണ OET തോറ്റ വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴും കൃപാസ്ഥാനത്ത് ഇവിടെ വരും, പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ OET വേണ്ടി ഞാനൊരു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. 2024 മെയ് മാസം 1-ാം തീയതി ഞാൻ എൻ്റെ സഹോദരിയുമായിട്ട് ഇവിടെ വരികയും ഉടമ്പടി എടുത്തു. അതിൽ 1ാമത്തെ ആവശ്യം OET ആയിരുന്നു. നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യും. എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് മാതാവായിട്ട് ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് തരും. മാതാവിനെ പറ്റി പറയാനും എൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ പറയാൻ എൻ്റെ മുന്നിൽ ഓരോരുത്തരെ കൊണ്ടുതരും. അതേപോലെ സൗദി ചെന്നപ്പോൾ 4 പേർക്ക് കുട്ടികളില്ലായിരുന്നു. ഞാൻ പത്രം ആദ്യമേ 3 മാസത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുത്തത്. അപ്പോൾ അവരൊക്കെ പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി OET വേണ്ടി എടുത്തു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 5 തവണ തോറ്റ വ്യക്തിയാണ്, ഇനി എന്ത് ഡേറ്റ് എടുക്കും? അങ്ങനെ ഒരു ദിവസം 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ബഹ്റൈനിൽ എഴുതി തോറ്റ ഒരു കൂട്ടുകാരി എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജൂലൈ മാസം ഡേറ്റ് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രിപ്പയർഡൊന്നും അല്ല, എങ്കിലും നീ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ വരാം. മാത്രമല്ല അവൾക്ക് ബഹ്റൈൻ പോകണമെങ്കിൽ ടാക്സിക്ക് 500 റിയാൽ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാം, പരീക്ഷ ചെയ്താന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം അവളെന്നെ വിളിച്ചിട്ട് പറയാം, അവൾ വരുന്നില്ല, ക്യാൻസൽ ചെയ്തു എന്ന്. ഞാൻ പോയി പത്രം, ഞാൻ അവിടെ നിന്ന് മൊബൈലൊന്നും നോക്കിയില്ല, പത്രം കയ്യിൽ പിടിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര കൂളായിരുന്നു. ഓൾറെഡി അവിടുത്തെ എക്സാമിനേഴ്സിന് എന്നെ അറിയാം. കാരണം ഞാനെപ്പോഴും ഈ ബഹ്റൈനിൽ തന്നെ 3 വട്ടം എഴുതിയേക്കണം. അപ്പോൾ അവർക്കൊക്കെ എന്നെ പരിചയമായി. സ്പീക്കിങ്ങിന് എൻ്റെ 3 തവണ തോറ്റ ടീച്ചർ ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ഇതുവരെ കിട്ടിയില്ല OET? ഇല്ല മാം എന്ന് പറഞ്ഞു. ഇത്തവണ മാം തന്നെയാണോ സ്പീക്കിങ്ങിനെന്ന് ചോദിച്ചു. അറിയില്ല മോളെ എന്ന് പറഞ്ഞു. ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് എന്താണെന്നറിയാം, ഭയങ്കര ധൈര്യം കിട്ടി. എല്ലാത്തിനും ധൈര്യമാണ്. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലിസണിങ്ങിന് കയറുമ്പോൾ, ലിസണിങ്ങാണ് എപ്പോഴും പോകുന്നത്, ലിസണിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു അറബി ലേഡി ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ മുതൽ ആ മുറിയിൽ ഒരു അറബി ലേഡിയേ ഉള്ളൂ. അവർക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അൽത്താരയിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു സ്മെല്ല്. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ഒരു അറബി ലേഡി മാത്രമേ ഉള്ളൂ. അവർ രാവിലെ മുതൽ മുറിയിലുള്ളതാണ്. പിന്നെ പുതിയതായിട്ട് ആരും കടന്നു വന്നിട്ടില്ല. സ്പ്രേയുടെ മണമൊന്നുമല്ല, ശരിക്കും കുന്തിരിക്കം പുകയ്ക്കുന്ന മണം തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പരീക്ഷ വിജയിക്കുന്ന അപ്പം തന്നെ ഉറപ്പിച്ചു. ലിസണിങ് എനിക്ക് ഏറ്റവും, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കോർ കിട്ടുന്നതിലും ഫെയിലാവുന്ന സംഭവമാണ്. പരിശുദ്ധ അമ്മ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ലിസണിങ് മൊത്തം എനിക്ക് സ്പീഡ് എഴുതാൻ പറ്റി. എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി ആ സമയത്ത്. സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ വേറൊരു പുള്ളിക്കാരിയാണ് കണ്ടതും, ഒരമ്മയെപ്പോലെ പരിശുദ്ധമ്മയെപ്പോലെ ചൈതന്യമുള്ള ഒരു വ്യക്തി. അവരും ഭയങ്കര കൂളായിട്ട് എനിക്ക് റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ മാതാവിന് നടയിൽ നിന്ന് സാക്ഷ്യം പറയും. OET എനിക്ക് കിട്ടിയെന്നേ ഉറപ്പിച്ചു. ഞാൻ ആ എക്സാം ആരോടും പറയാതെ പോയിരുന്നത്, എൻ്റെ ഹസ്ബൻഡ് മാത്രമേ അറിയുള്ളൂ. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും ഫുൾ B ഉണ്ട്. ഞാൻ അന്നൊക്കെ UK പോകാൻ വേണ്ടി നോക്കി, B എങ്കിലും തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് ഞാൻ ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ചു തന്നു. 5 തവണ കിട്ടാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. പിന്നെ ഞാൻ 2018 എൻ്റെ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം എഴുതിയ
ആഗ്രഹം എഴുതിയ കൂട്ടത്തിൽ എൻ്റെ ഭവനം, ഞങ്ങൾ ജനിച്ച് വളർന്നപ്പോൾ ഞങ്ങൾക്ക് ഇടവകയിൽ നിന്ന് അച്ഛന്മാർ വെച്ച് തന്നൊരു ഭവനമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടന് 36 വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കുന്നില്ല. കാരണം വീട് ചെറുതാന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടക്കാത്തത്. ആൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീടിന് വേണ്ടി എഴുതുമായിരുന്നു. അപ്പോൾ നടക്കുന്നില്ല, പക്ഷേ എഴുതും. പിന്നെ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ആ സമയത്ത് തരും, സമയമാകട്ടെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇത്തവണ ഞാൻ 2024 ഞാൻ വീണ്ടും അത് എഴുതി. വിശുദ്ധ ഉപ്പ്, നമ്മുടെ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ 4 അതിരിനും തളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സൗദിക്ക് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഭവനം പൂർത്തീകരിക്കുവാനും അമ്മ മാതാവ് ഇടപെട്ട് നല്ലൊരു ഐശ്വര്യമുള്ള ഭവനം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ജീവനോടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു കാരുണ്യം കൊണ്ടൊന്ന് മാത്രമാണ്. കാരണം എൻ്റെ പ്രസവമൊക്കെ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ആ കൊറോണയുടെ സമയമായതുകൊണ്ട് നാട്ടിൽ പ്രസവത്തിന് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തുള്ള MCH മെറ്റർണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്തിൽ പോയി. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പ്രസവം നവംബറിലാണ്, പക്ഷെ അവരാരും എടുക്കണില്ല. അവർ പറയണ പ്രസവമായിട്ടില്ല, ഡേറ്റ് ആയിട്ടില്ല, പോയിട്ട് വാ, ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ഇങ്ങനെ ഉണ്ണീശോനെ സത്രത്തിൽ ഇങ്ങനെ തിരക്കി നടന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട് ആശങ്കയായി, ആരും എടുക്കുന്നില്ല. ഒരാഴ്ചയോളമായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതേപോലെ ഹാർട്ട് റേറ്റൊക്കെ നോക്കുമ്പോഴും അതിലൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ഇവർ പറഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വിടും. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ആയപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വിശുദ്ധ എണ്ണയും വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചു. ഇവരിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്ന് വൈകുന്നേരമായപ്പോൾ കുറേ നടന്നൊക്കെ നോക്കി, പ്രസവമാവുന്നില്ല. അവസാനം എന്നെ ഒരു പനിച്ച് വിറച്ചൊരവസ്ഥയിലാണ് എന്നെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി, ഞാൻ വർക്ക് ചെയ്യുന്ന കിങ് ഫഹദ് ദമാമിലാണ്, പക്ഷേ എന്നെ കൊണ്ടുപോയത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവരെന്നെ കൊറോണ ടെസ്റ്റിന് വേണ്ടി ഒരു മുറി മാറ്റി കിടത്തി. മണിക്കൂറോളം എന്നെ അവിടെ ഇട്ട്, ഒരു സ്കാനിങ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ഉണ്ട്, അവർ വന്നിട്ട് സംസാരിച്ചു. എന്നെ അവർ കയറ്റി അൾട്രാസൗണ്ട് ചെയ്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ആ ബേബി ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല മാം, ബേബി ഡിസ്ട്രസ്സിലാണ്, കാരണം എൻ്റെ വയറിങ്ങനെ ഭയങ്കര പൊങ്ങുന്നുണ്ട്, കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടയുന്നതാണ്. അപ്പോൾ അത് എനിക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യണം, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു, എനിക്ക് വിറയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ വായിക്കുമെന്ന് പറഞ്ഞു. ഒച്ചതി വായിക്കാൻ പറഞ്ഞു. കാറിലിരുന്ന് ഞാനത് വായിപ്പിച്ചു. അപ്പോൾ അവിടെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ 3 മണിക്കൂറോളം കഴിഞ്ഞ് 2-ാം തീയതി ആയി. 2-ാം തീയതി വെളുപ്പിനായപ്പോൾ എന്നെ എമർജൻസി ആയിട്ട് ലേബർ റൂമിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ 200 മേലുണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നറിയാം. എൻ്റെ BP ഒക്കെ ഡൗണായി, എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി പിന്നെ അറിയുന്നത്, ഞാൻ അറിഞ്ഞ കാര്യം, എൻ്റെ മോൻ മരിച്ചു എന്ന് പറഞ്ഞ ഒരു ട്രെയിൽ മാറ്റി കിടത്തിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ സമയത്ത് ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ വന്ന് കുഞ്ഞിനെ പെട്ടെന്ന് നോക്കുകയും അയാളെ കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു. പിന്നെ എനിക്ക് ഡിസ്ചാർജ് ആവണതിന് മുന്നേ എനിക്ക് സിസേറിയൻ ചെയ്ത സ്ഥലത്തൊന്നും വേദനയില്ല. എൻ്റെ വേദന മൊത്തം ലങ്സിൻ്റെ ഭാഗത്താണ്. ഇവരെനിക്ക് 6 മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ പാരാസെറ്റാമോൾ തരും, എന്നിട്ട് പറയും വേദന കുറഞ്ഞൊരു ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല ഡോക്ടർ, എനിക്ക് അവിടെയല്ല, സിസേറിയൻ ചെയ്ത ഭാഗത്ത് വേദനയില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ എൻ്റെ ഈ ശ്വാസകോശത്തിനോട് എന്താ പ്രശ്നം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് അവരെന്നെ CT സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറയാണ് ശ്വാസകോശം മൊത്തം വെള്ളമാണ്, പ്ലൂറൽ എഫ്യൂഷനാണ്. അതേപോലെ മൈൽഡ് അക്ടലെക്ടാസിസ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ലങ്സ് കൊളാപ്സ് ആവുന്നൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ച ഒരവസ്ഥയാണ്. കാരണം ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? ഒരുപാട് പ്രതീക്ഷ കിട്ടിയ ജോലിയാണ്, കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, ആകെ വിഷമമായി, കരച്ചിലായി. പക്ഷേ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവരെനിക്ക് എന്താ തന്നു, സ്പൈറോമീറ്റർ തന്നു, വീർപ്പിക്കുന്ന പരിപാടി അത് തന്നു. പക്ഷേ അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അത് ഊതുമ്പോൾ വേദന കൂടുന്നല്ലാതെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളും എനിക്ക് അനുഗ്രഹങ്ങളുള്ള വചനങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ തേക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഒച്ചത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് പാട്ട്, ദൈവത്തെ സ്തുതിക്കാൻ ഭക്തിഗാനം മാത്രം നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് ഭക്തിഗാനം നല്ലപോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഞാനങ്ങനെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്ന പാട്ടുണ്ട്, അതങ്ങനെ വേഗം പാടി അതിൻ്റെ ശ്വാസകോശം ഞാൻ തന്നെ പാട്ട് പാടി ഡെവലപ്പാക്കി എടുത്തു. അങ്ങനെ ഞാൻ 1 മാസം പോലും റെസ്റ്റ് എടുത്തില്ല. ഞാൻ ജോലിക്ക് കയറി. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 7 വർഷം ഞാനവിടെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ അമ്മ ചെയ്ത വലിയ ഉപകാരങ്ങൾക്ക് നന്ദിയായിട്ടാണ്.
അതേപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എൻ്റെ സാലറി എന്നൊക്കെ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്. ക്യാൻസർ പേഷ്യൻസിനായാലും ഞങ്ങളുടെ പപ്പ, എൻ്റെ അമ്മയും എൻ്റെ അമ്മായിപ്പനൊക്കെ ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. മാതാവ് തന്നെ ഒരാളെ കാണിച്ചു തരും, ഞാൻ അവർക്ക് കൊടുക്കും. അതേപോലെ ഹോസ്റ്റലിലൊക്കെ ആയാലും ഞാൻ OET പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തായിരുന്നു. വിഷമിക്കുന്നവരെ മാതാവ് തന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുത്തു. അതേപോലെ തന്നെ എനിക്കവിടെ സൗദിയിൽ പള്ളി ഉണ്ടെങ്കിലും എപ്പോഴും അച്ഛന്മാരല്ലേ വിസിറ്റിംഗ് വിസയിലൊക്കെയാണ് വരുന്നത്. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. മറ്റുള്ളവരെ മാക്സിമം കെയർ ചെയ്തും. അതേപോലെ രോഗികളായാലും ഞാൻ കുഞ്ഞുങ്ങളെയാണ് നോക്കുന്ന. ക്യാൻസർ പേഷ്യൻസാണ് കുഞ്ഞുങ്ങൾ. അവർക്ക് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. ഞാൻ 4 മണിക്കൂറോളം ബോൺ മാരോ മജ്ജ മാറ്റി വയ്ക്കലിന് ഞാൻ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇരിക്കുന്നത്. ദൈവം സഹായിച്ച് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വിട്ട കുഞ്ഞുങ്ങളൊന്നും ക്യാൻസറായിട്ട് വീണ്ടും വന്നിട്ടില്ല. ഞാനത് നോട്ട് ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഓരോ രോഗികളെയും കെയർ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്നെ ഈ സാക്ഷിയാക്കിയതിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായം 14-ാം തിരുവചനം. അവൻ ലേഹ്യയിലെത്തിയപ്പോൾ ഫിലിസ്തീയർ ആർപ്പുവിളികളോട് അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോട് അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂല് പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. യേശുവിൽ പ്രിയമുള്ളവരെ, മേരി ഗ്രേസ് തൃശ്ശൂരിൻ്റെ സാക്ഷ്യം ജീവനോടുകൂടി ഇവിടെ വന്നു നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇടയാക്കിയത് ഉടമ്പടി ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്തു കൊടുത്തു. ഉടമ്പടി ജീവിതത്തിൽ കറ കൂടാതെ ചുളിവ് കൂടാതെ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ പരിശുദ്ധമ്മ ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്തു തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു ശക്തിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി